ഹായ് എവരി വൺ, സിമ്പിൾ പി സിയുടെ അടുത്ത SCERT ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ 10ാം ക്ലാസ്സിൻ്റെ 8ാമത്തെ പാഠം കേരളം ആധുനികതയിലേക്ക് എന്നുള്ള ചാപ്റ്ററാണ് പഠിക്കുന്നത്. ഇതും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ചാപ്റ്ററാണ്. 7ാം പാഠം പഠിപ്പിച്ചപ്പോൾ ഞാൻ പറഞ്ഞായിരുന്നു അതിൽ നിന്നും നമുക്കൊന്നും കളയാനില്ല, എല്ലാം ക്വസ്റ്റ്യൻസ് വരുന്നതാണെന്ന്. നിങ്ങൾക്കൊരു പ്രിലിമിനറി എക്സാമൊക്കെ എഴുതി കഴിയുമ്പോൾ മനസ്സിലാകും അത് എത്രത്തോളം ഉണ്ടെന്നുള്ളത്. അപ്പോൾ ഈ പാഠവും അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ പഠിച്ചതുപോലെ തന്നെ ഇവിടെയും നമുക്കൊന്നും കളയാനില്ല. കേരളം ആധുനികതയിലേക്ക് എന്നാണ് നമ്മുടെ പാഠത്തിൻ്റെ പേര്. അപ്പോൾ നമുക്ക് നോക്കാം. ഈ പാഠത്തിൻ്റെ ആദ്യം തന്നെ നമ്മുടെ വാസ്കോ ഡ ഗാമയ്ക്കൊപ്പം കേരളത്തിലെത്തിയ പോർച്ചുഗീസ് നാവികനായ അൽവാരോ വെൻഹോവിൻ്റെ ഒരു ഡയറി കുറിപ്പാണ് തന്നിരിക്കുന്നത്. നമുക്കൊന്ന് നോക്കാം. സമീപസ്ഥമായി മനോഹരമായ മലനിരകൾ ഉണ്ടായിരുന്നു. ഞങ്ങളുടെ വഴികാട്ടിക്ക് സ്ഥലം പെട്ടെന്ന് കൃത്യമായി തിരിച്ചറിയാൻ പറ്റിയില്ല. കരയോട് കുറെ കൂടി അടുത്തപ്പോൾ അയാൾ പറഞ്ഞു, നമ്മൾ കലൈക്കുറ്റിനടുത്ത് വടക്കായിട്ടാണ് ഇത് തന്നെയാണ് നമ്മുടെ ലക്ഷ്യസ്ഥാനമെന്ന്. അപ്പോൾ കലൈക്കുറ്റ് എന്ന് പറയുന്നത് എന്താണ്? കോഴിക്കോടിനെയാണ് പോർച്ചുഗീസുകാർ കലൈക്കുറ്റ് എന്ന് വിളിച്ചത്. അന്നു രാത്രി കലൈക്കുറ്റ് പട്ടണത്തിന് 2 കാതം ദൂരെ ഞങ്ങൾ നങ്കൂരമിട്ടു. കാപ്യ എന്ന ഈ പട്ടണം, കാപ്യ എന്നറിയപ്പെടുന്ന എന്താണ്? കാപ്പാട്. കാപ്യ എന്ന് പോർച്ചുഗീസുകാർ വിളിച്ച സ്ഥലം കാപ്പാടാണ് കേട്ടോ. അപ്പോൾ കലൈക്കുറ്റ് എന്ന് കോഴിക്കോടിനെ വിളിച്ചു. ഞങ്ങളുടെ വഴികാട്ടി കലൈക്കുറ്റ് എന്ന് തെറ്റിദ്ധരിച്ചതിനാലാണ് ഇപ്രകാരം ചെയ്തത്. അല്പം ദൂരെയായി പന്തരിനി മീൻസ് പന്തലായിനി എന്ന് പറഞ്ഞ സ്ഥലമാണ് കേട്ടോ. അവിടെ എന്ന പട്ടണമുണ്ട്. 4 വഞ്ചികളിലായി കരയിൽ നിന്നും പുറപ്പെട്ട കുറേ പേർ ഞങ്ങളെ സമീപിച്ചു. അവർക്ക് അറിയേണ്ടത് ഞങ്ങൾ ഏതു നാട്ടുകാരാണെന്നായിരുന്നു. കലൈക്കുറ്റിലേക്കുള്ള വഴി അവർ ചൂണ്ടിക്കാട്ടി തന്നു. അപ്പോൾ കലൈക്കുറ്റ് എന്നറിയപ്പെടുന്ന പോർച്ചുഗീസുകാർ വിളിച്ച പ്രദേശമാണ് ഏത്? അതാണ് കോഴിക്കോട്. കാപ്യ എന്ന് വിളിച്ചത് കാപ്പാടിനെയാണ്. അപ്പോൾ ഈ ഡയറിക്കുറിപ്പ് എഴുതിയത് എന്താണെന്ന് നോക്കിക്കേ. 1498 മെയ് 20-നാണ് എഴുതിയിരിക്കുന്നത്. അപ്പം നമ്മുടെ വാസ്കോ ഡ ഗാമ ഇവിടെ എത്തിയത് എന്നാണ്? 1498 അല്ലേ. 18ാം നൂറ്റാണ്ടിൻ്റെ അവസാന കാലത്താണ് യൂറോപ്യർ വ്യാപാരത്തിനായി കേരള തീരത്ത് എത്തുന്നത്. അപ്പോൾ യൂറോപ്യർ വ്യാപാരത്തിനായി കേരളത്തിലെത്തിയത് ഏത് നൂറ്റാണ്ടിലാണ്? 15ാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തിലായിരുന്നു. കേരളവുമായി വ്യാപാരത്തിൽ ഏർപ്പെട്ടവരിൽ പ്രധാനികൾ അറബികളും ചൈനക്കാരുമായിരുന്നു. അപ്പോൾ നമ്മുടെ കേരളത്തിൽ ആദ്യമായിട്ട് വന്ന വിദേശികൾ എന്ന് ചോദിച്ചാൽ അത് അറബികളായിരുന്നു. അവരാണ് നമ്മളുമായിട്ട് ആദ്യം വ്യാപാരത്തിൽ ഏർപ്പെട്ടിരുന്നത്. അവരുടെ വ്യാപാര കുത്തക അവസാനിപ്പിക്കുക എന്നതായിരുന്നു പോർച്ചുഗീസുകാരുടെ ലക്ഷ്യം. കോഴിക്കോട് ഭരണാധികാരിയായ സാമൂതിരിയോട് അറബി കച്ചവടക്കാരെ പുറത്താക്കണമെന്ന് പോർച്ചുഗീസുകാർ ആവശ്യപ്പെട്ടു അല്ലേ. അപ്പോൾ കോഴിക്കോട് ഭരണാധികാരിയോട് സാമൂതിരിയോട് അറബി കച്ചവടക്കാരെ പുറത്താക്കണമെന്ന് ആവശ്യപ്പെട്ട വിദേശികൾ ആരാണ്? അത് പോർച്ചുഗീസുകാരാണ്. ഈ ആവശ്യം അംഗീകരിക്കാൻ സാമൂതിരി തയ്യാറാകാതിരുന്നത് പോർച്ചുഗീസുകാരെ കുപിതരാക്കി. കോഴിക്കോടിൻ്റെ ശത്രു രാജ്യമായ കൊച്ചിയിൽ താവളം ഉറപ്പിച്ച് കേരളത്തിൽ ആധിപത്യം നേടാൻ അവർ പരിശ്രമിച്ചു. കുഞ്ഞാലി മരക്കാരുടെ നേതൃത്വത്തിലുള്ള സാമൂതിരിയുടെ നാവികപ്പട പോർച്ചുഗീസുകാർക്കെതിരെ അറബിക്കടലിൽ ശക്തമായ ചെറുത്തുനിൽപ്പുകൾ നടത്തിയെങ്കിലും വിജയിക്കാനായില്ല. അപ്പോൾ സാമൂതിരിയുടെ നാവികപ്പടയുടെ നേതൃത്വം നൽകിയത് ആരാണ്? കുഞ്ഞാലി മരക്കാരാണ് അല്ലേ. കുഞ്ഞാലി മരക്കാർ ഇമ്പോർട്ടൻ്റ് ആണ്. കുഞ്ഞാലി മരക്കാരെ കുറിച്ച് ഇവിടെ തന്നിരിക്കുന്നത് നമുക്കൊന്ന് നോക്കാം. കോഴിക്കോട് ഭരണം നടത്തിയിരുന്ന സാമൂതിരിമാരുടെ നാവികപ്പടയുടെ തലവന്മാരായിരുന്നു കുഞ്ഞാലി മരക്കാർമാർ. കോഴിക്കോട് ജില്ലയിലെ വടകരയ്ക്കടുത്തുള്ള പുതുപ്പണത്തെ മരക്കാർ കോട്ടയായിരുന്നു ഇവരുടെ ആസ്ഥാനം. അപ്പോൾ കുഞ്ഞാലി മരക്കാരുടെ ആസ്ഥാനം എന്താണ്? വടകരയ്ക്കടുത്തുള്ള പുതുപ്പണം കോട്ട, മരക്കാർ കോട്ട അല്ലേ. ഇവർ 4 പേരുണ്ടായിരുന്നു. കുഞ്ഞാലിമാർ എത്ര പേരായിരുന്നു? 4 പേരുണ്ടായിരുന്നു. കുഞ്ഞാലിമരക്കാരെ പറ്റിയൊക്കെ നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കേണ്ടതുണ്ട് കേട്ടോ. നമുക്ക് പഠിക്കാം. പോർച്ചുഗീസുകാരുടെ കയ്യിൽ നിന്നും ചാലിയൻകോട്ട തിരിച്ചു പിടിക്കാൻ സാമൂതിരിയെ സഹായിച്ചത് കുഞ്ഞാലി മൂന്നാമനാണ്. അപ്പോൾ പോർച്ചുഗീസുകാരുടെ കയ്യിൽ നിന്നും നമ്മുടെ ചാലിയൻകോട്ട പിടിച്ചെടുക്കാനായിട്ട് ഈ സാമൂതിരിയെ സഹായിച്ചത് ആരാണ്? അത് കുഞ്ഞാലി മൂന്നാമനാണ്. ചാലിയൻകോട്ടയിലെ വിജയത്തെ പ്രകീർത്തിച്ചുകൊണ്ട് ഗാസി മുഹമ്മദ് 16ാം നൂറ്റാണ്ടിൽ എഴുതിയ അറബി കാവ്യമാണ് ഫത്ഹുൽ മുബീൻ. ഈ ഫത്ഹുൽ മുബീൻ എന്നതിൻ്റെ അർത്ഥം വ്യക്തമായ വിജയം എന്നാണ്. ഓക്കെ. അപ്പോൾ നമ്മുടെ ചാലിയൻകോട്ടയുടെ വിജയത്തെ പ്രകീർത്തിച്ചുകൊണ്ട് ഗാസി മുഹമ്മദ് എഴുതിയ
16-ാം നൂറ്റാണ്ടിൽ എഴുതപ്പെട്ട അറബി കാവ്യമാണ് എന്ത്? ഫത്ഹുൽ മുബീൻ. ഫത്ഹുൽ മുബീൻ എന്നതിൻ്റെ അർത്ഥം എന്താണ്? അത് വ്യക്തമായ വിജയം എന്നാണ്. അപ്പോൾ ഫത്ഹുൽ മുബീൻ രചിച്ചതാരാണ്? ഗാസി മുഹമ്മദ് ആണ് അല്ലേ. ചാലിയൻകോട്ടയുടെ വിജയത്തെ പ്രകീർത്തിച്ചുകൊണ്ടാണ്. അറബി കാവ്യവുമാണത്. ഓക്കെ. അപ്പം ഈ പോർച്ചുഗീസുകാരെ കൂടാതെ ഡച്ചുകാരും ഇംഗ്ലീഷുകാരും ഫ്രഞ്ചുകാരും ഒക്കെ വ്യാപാര കുത്തക നേടിയെടുക്കുന്നതിന് പരസ്പരം ഇവിടെ മത്സരിച്ചു. കുരുമുളകിന് വേണ്ടിയായിരുന്നു ഇവരുടെ ഈ മത്സരങ്ങളെല്ലാം. 1663 ഡച്ചുകാരെന്ത് ചെയ്യുന്നു? പോർച്ചുഗീസുകാരെ കേരളത്തിൽ നിന്നും തുരത്തുന്നു. അപ്പോൾ ഡച്ചുകാർ കേരളത്തിൽ നിന്നും തുരത്തിയത് എന്നാ? 1663. എന്നാൽ ബ്രിട്ടീഷുകാരുടെ സഹായത്തോടെ തിരുവിതാംകൂറിലെ ഭരണാധികാരിയായ മാർത്താണ്ഡവർമ്മ 1741 കുളച്ചൽ യുദ്ധത്തിൽ ഡച്ചുകാരെ പരാജയപ്പെടുത്തി. അവർക്ക് കേരളം വിട്ടു പോകേണ്ടി വന്നു. അപ്പോൾ നമ്മുടെ മാർത്താണ്ഡവർമ്മ ബ്രിട്ടീഷുകാരുടെ സഹായത്തോടെ ഡച്ചുകാരെ പരാജയപ്പെടുത്തി. അപ്പോൾ ചോദിക്കാം, ബ്രിട്ടീഷ് സഹായത്തോടെ ഡച്ചുകാരെ പരാജയപ്പെടുത്തിയ തിരുവിതാംകൂർ ഭരണാധികാരി ആരാണെന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരം എന്താണ്? മാർത്താണ്ഡവർമ്മയാണ്. അപ്പോൾ മാർത്താണ്ഡവർമ്മ ഈ ഡച്ചുകാരെ പരാജയപ്പെടുത്തിയ യുദ്ധം ഏതാണ്? കുളച്ചൽ യുദ്ധം. കുളച്ചൽ യുദ്ധത്തിൻ്റെ വർഷം ഏതാണ്? 1741. ഇതെല്ലാം ഓരോ ക്വസ്റ്റ്യനുകളാണ് കേട്ടോ. ഇംഗ്ലീഷുകാരും ഫ്രഞ്ചുകാരും തമ്മിൽ നടന്ന കർണാട്ടിക് യുദ്ധങ്ങളിൽ ബ്രിട്ടീഷുകാർ വിജയിച്ചതോടെ ദക്ഷിണേന്ത്യയിലെ വ്യാപാര കുത്തക ബ്രിട്ടീഷുകാരുടെ കയ്യിലായി. അപ്പോൾ ഈ ഇംഗ്ലീഷുകാരും ഫ്രഞ്ചുകാരും തമ്മിൽ നടന്ന യുദ്ധങ്ങൾ അറിയപ്പെടുന്നത് കർണാട്ടിക് യുദ്ധങ്ങൾ എന്നാണ്. ഇംഗ്ലീഷുകാരും ഫ്രഞ്ചുകാരും തമ്മിൽ നടന്നത്. ഈ കർണാട്ടിക് യുദ്ധങ്ങളിൽ ആരാണ് വിജയിച്ചത്? അതിൽ വിജയിച്ചത് ബ്രിട്ടീഷുകാരാണ്. അപ്പോൾ കുളച്ചൽ യുദ്ധത്തെ പറ്റി ഇവിടെ നമുക്ക് തന്നിട്ടുണ്ട്. സർദാർ KM പണിക്കറിൻ്റെ ഹിസ്റ്ററി ഓഫ് കേരളയിൽ എന്നെടുത്തിട്ടുള്ള ഒരു ഭാഗമാണ്. അപ്പം ഹിസ്റ്ററി ഓഫ് കേരള ചരിത്രം എഴുതിയത് ആരാണ്? സർദാർ KM പണിക്കർ. കുളച്ചൽ യുദ്ധം ഡച്ചുകാരെ സംബന്ധിച്ചിടത്തോളം അത്യന്തം വിനാശകരമായിരുന്നു. പ്ലാസി യുദ്ധത്തെ പോലെ ഇതും ഒരു മഹായുദ്ധമൊന്നും ആയിരുന്നില്ല. പക്ഷേ കേരളം പിടിച്ചെടുക്കാമെന്ന ഡച്ചുകാരുടെ മോഹം ഇതോടെ അസ്തമിച്ചു. ഡച്ചുകാരുടെ ആയുധബലത്തിന് ഏറ്റ ആദ്യത്തെ ശക്തിയേറിയ പ്രഹരമായിരുന്നു കുളച്ചൽ യുദ്ധം. അതിൻ്റെ ആഘാതത്തിൽ നിന്നും മുക്തി നേടാൻ പിന്നീട് ഒരിക്കലും അവർക്ക് കഴിഞ്ഞില്ല. ഇത് തന്നെയാണ് ഈ യുദ്ധം കൊണ്ടുണ്ടായ ധാർമ്മിക നേട്ടവും. ഓക്കെ. ഇനി ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി കേരളത്തിലേക്ക് എത്തുന്നു. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ പ്രതിനിധിയായി 1615 കേരളത്തിലെത്തിയ ബ്രിട്ടീഷുകാർ സാമൂതിരിയെ സന്ദർശിക്കുകയും വ്യാപാര ഉടമ്പടിയിൽ ഒപ്പുവെക്കുകയും ചെയ്തു. അപ്പോൾ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ പ്രതിനിധികൾ ബ്രിട്ടീഷുകാർ കേരളത്തിലെത്തിയ വർഷം 1615. വിഴിഞ്ഞം, തലശ്ശേരി, അഞ്ചുതെങ്ങ് എന്നിവയിൽ ഇവർ പണ്ടകശാലകൾ, അതായത് സംഭരണ കേന്ദ്രങ്ങൾ ആരംഭിക്കാനുള്ള അനുമതി ഈസ്റ്റ് ഇന്ത്യ കമ്പനി കരസ്ഥമാക്കുന്നു. അപ്പോൾ എവിടേക്കാണ് പണ്ടകശാലകൾ ഇവർ നിർമ്മിച്ചത്? വിഴിഞ്ഞം, തലശ്ശേരി, അഞ്ചുതെങ്ങ്. ആറ്റിങ്കൽ റാണിയിൽ നിന്നും അഞ്ചുതെങ്ങിൽ കോട്ട പണിയാനുള്ള അനുവാദം നേടിയെടുത്തു. പിൽക്കാലത്ത് പടിഞ്ഞാറൻ തീരത്തെ ബ്രിട്ടീഷുകാരുടെ ഏറ്റവും പ്രധാന സൈനിക കേന്ദ്രമായി മാറി അഞ്ചുതെങ്ങ്. അപ്പോൾ ഈസ്റ്റ് ഇന്ത്യ കമ്പനി ആറ്റിങ്കൽ റാണിയിൽ നിന്നും കോട്ട പണിയാൻ അനുവാദം നേടിയ സ്ഥലം ഏതാണ്? അത് അഞ്ചുതെങ്ങിലാണ് അല്ലേ. അവരുടെ ശക്തമായ സൈനിക കേന്ദ്രമായി തന്നെ അഞ്ചുതെങ്ങ് മാറി. അഞ്ചുതെങ്ങിനെ ബ്രിട്ടീഷ് സൈനിക കേന്ദ്രമാക്കിയതിൽ അവിടുത്തെ നാട്ടുകാർക്ക് ശക്തമായ പ്രതിഷേധമുണ്ടായിരുന്നു. 1721 ആറ്റിങ്കൽ റാണിക്ക് സമ്മാനവുമായി പോകുകയായിരുന്ന 150ഓളം പേരുള്ള ഇംഗ്ലീഷ് സംഘത്തെ നാട്ടുകാർ വധിച്ചു. ഇത് ആറ്റിങ്കൽ കലാപം എന്നറിയപ്പെടുന്നു. ബ്രിട്ടീഷുകാർക്കെതിരെ കേരളത്തിൽ നടന്ന ആദ്യത്തെ സംഘടിത കലാപമായാണ് ആറ്റിങ്കൽ കലാപത്തെ കാണുന്നത്. അപ്പോൾ ബ്രിട്ടീഷുകാർക്കെതിരെ കേരളത്തിൽ നടന്ന ആദ്യത്തെ സംഘടിത കലാപം ഏതാണ്? അത് ആറ്റിങ്കൽ കലാപമാണ്. ആറ്റിങ്കൽ കലാപം നടന്ന വർഷം ഏതാണ്? 1721. കാരണം എന്താണ് ഇതിന്? ആറ്റിങ്കൽ കലാപത്തിന് കാരണം എന്താ? അഞ്ചുതെങ്ങിൽ കോട്ട സൈനിക കേന്ദ്രമാക്കിയതിൽ ജനങ്ങൾക്ക് വളരെ പ്രതിഷേധമുണ്ടായിരുന്നു അല്ലേ. അപ്പോൾ ആറ്റിങ്കൽ റാണിക്ക് സമ്മാനവുമായി പോയിരുന്ന 150ഓളം പേരുള്ള ഇംഗ്ലീഷ് സംഘത്തെ അവിടുത്തെ നാട്ടുകാർ വധിക്കുന്നു. ഇതാണ് എന്ത്? ആറ്റിങ്കൽ കലാപം എന്ന് അറിയപ്പെടുന്നത്. അപ്പോൾ ബ്രിട്ടീഷുകാർക്കെതിരെ കേരളത്തിൽ നടന്ന ആദ്യത്തെ സംഘടിത കലാപം. മൈസൂരിൽ ഭരണാധികാരികളും ബ്രിട്ടീഷുകാരും തമ്മിൽ 1792 ഒപ്പിട്ട ശ്രീരംഗപട്ടണം സന്ധി പ്രകാരം മലബാർ ബ്രിട്ടീഷുകാർക്ക് ലഭിച്ചു. അപ്പോൾ
മലബാർ ബ്രിട്ടീഷുകാർക്ക് ലഭിക്കാനിടയായ സന്ധി ഏതാണ്? ശ്രീരംഗപട്ടണം സന്ധിയാണ് അല്ലേ. മൈസൂരിലെ ഭരണാധികാരും ബ്രിട്ടീഷുകാരും തമ്മിൽ ഒപ്പിട്ടു എന്ന് 1792. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. മലബാർ ബ്രിട്ടീഷുകാർക്ക് ലഭിക്കാനിടയായ സന്ധി ശ്രീരംഗപട്ടണം സന്ധി 1792. 1792 കൊച്ചി രാജാവ് ബ്രിട്ടീഷ് മേൽക്കോയ്മ അംഗീകരിച്ച് കപ്പം കൊടുക്കാൻ നിർബന്ധിതനായി. അപ്പോൾ കൊച്ചി രാജാവ് ബ്രിട്ടീഷ് മേൽക്കോയ്മ അംഗീകരിച്ച് കപ്പം കൊടുക്കാൻ നിർബന്ധിതനായത് ഏത് വർഷമാണെന്ന് ചോദിച്ചാൽ 1792. 1795 ഉടമ്പടി പ്രകാരം തിരുവിതാംകൂർ ബ്രിട്ടീഷ് മേൽക്കോയ്മ അംഗീകരിക്കുന്നു. അപ്പോൾ കൊച്ചി 1792 ബ്രിട്ടീഷ് മേൽക്കോയ്മ അംഗീകരിച്ചു. തിരുവിതാംകൂർ എന്നാണ് 1795 ബ്രിട്ടീഷ് മേൽക്കോയ്മ അംഗീകരിക്കുന്നത്. പകരമായി എന്താണ്? ശത്രുക്കളിൽ നിന്നും സംരക്ഷണം അവർക്ക് ബ്രിട്ടീഷുകാർ വാഗ്ദാനം ചെയ്തു. എല്ലാം എന്താണ്? ബ്രിട്ടീഷുകാരുടെ ഒരു ഗൂഢതന്ത്രങ്ങളായിരുന്നു അല്ലേ. അങ്ങനെ മലബാറിൽ നേരിട്ടും കൊച്ചിയിലും തിരുവിതാംകൂറിലും സാമന്ത രാജാക്കന്മാർ വഴിയും ബ്രിട്ടീഷുകാർ ഭരണം നടത്തി. ചുരുക്കത്തിൽ 18-ാം നൂറ്റാണ്ടോടെ കേരളം പൂർണ്ണമായും ബ്രിട്ടീഷ് ആധിപത്യത്തിൻ്റെ കീഴിലാകുന്നു. അപ്പോൾ കേരളം പൂർണ്ണമായും ബ്രിട്ടീഷ് ആധിപത്യത്തിൻ്റെ കീഴിലായത് 18-ാം നൂറ്റാണ്ടിലാണ് അല്ലേ. ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ചെറുത്തുനിൽപ്പുകൾ. വേലുത്തമ്പി ദളവിയുടെ കുണ്ടറ വിളംബരത്തിൽ നിന്ന് താഴെ തന്നിരിക്കുന്നത് വേലുത്തമ്പി ദളവിയുടെ കുണ്ടറ വിളംബരത്തിൻ്റെ ഒരു ഭാഗം. അതിൽ അന്യരുടെ രാജ്യങ്ങൾ വഞ്ചന കൊണ്ട് കൈയടക്കുന്നത് അവരുടെ വംശപാരമ്പര്യമാണ്. അങ്ങനെ ഒരു രാജ്യം അവരുടെ കൈപ്പിടിയിൽ അമർന്നാൽ അവരുടെ പട്ടാളം അവിടുത്തെ രാജധാനിയും കോട്ടയും തങ്ങളുടെ രക്ഷാശാസനത്തിൽ കൊണ്ടുവരും. രാജാവിൻ്റെ അഭിജാത വർഗത്തിൻ്റെയും പരമ്പരാഗതമായ അന്തസ്സും പദവികളും ആചാരാനുഷ്ഠാനങ്ങളും എല്ലാം അതോടെ അവസാനിക്കും. ഉൾപ്പെടെയുള്ള എല്ലാ വ്യാപാരങ്ങളും അവരുടെ കുത്തകയാകും. വസ്തുക്കളും വീടും വയലും ഫലവൃക്ഷത്തോട്ടങ്ങളും അവരുടേതാകും. ഏറ്റവും നിസ്സാരമായ കുറ്റങ്ങൾക്ക് പോലും അവരുടെ നികൃഷ്ടമായ ജന്മാക്കളായ കിങ്കരന്മാർ കഠിന ശിക്ഷ നൽകും. വേലുത്തമ്പി ദളവ പ്രസിദ്ധമായ കുണ്ടറ വിളംബരം അല്ലേ, 1809 ബ്രിട്ടീഷുകാർക്കെതിരെയാണ് അദ്ദേഹം കുണ്ടറ വിളംബരം നടത്തിയത്. അതെല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. രാഷ്ട്രീയ ആധിപത്യം കൈക്കലാക്കിയ ബ്രിട്ടീഷുകാർ രാജാക്കന്മാരുടെയും നാടുവാഴികളുടെയും അധികാരത്തിൽ ഇടപെടാനായിട്ട് തുടങ്ങി അല്ലേ. അപ്പോൾ അവരുടെ സ്വാതന്ത്ര്യം എല്ലാം നശിച്ചു. അപ്പോൾ ഇതിനെതിരെ മലബാറിലും കൊച്ചിയിലും തിരുവിതാംകൂറിലും ബ്രിട്ടീഷുകാരുടെ ചെറുത്തുനിൽപ്പുകൾ വളർന്നു വന്നു. അതായത് ഇവർക്കെതിരെ ആരും ഒന്നും ചെയ്യാൻ പാടില്ലാത്ത അവസ്ഥയായി. ഇനി ഇവിടെ നമുക്ക് കേരള സിംഹം എന്ന് തന്നിട്ടുണ്ട്. ആരാണ് കേരള സിംഹം? കേരള സിംഹം എന്നറിയപ്പെടുന്നത് പഴശ്ശി രാജയാണ് അല്ലേ. ബ്രിട്ടീഷ് രേഖകളിൽ പൈച്ചി രാജ എന്നും കൊട്ടിയോട്ട് രാജ എന്നും വിശേഷിപ്പിക്കുന്നു. വളരെ വളരെ ഇമ്പോർട്ടൻ്റ്. ബ്രിട്ടീഷ് രേഖകളിൽ പൈച്ചി രാജ എന്നും കൊട്ടിയോട്ട് രാജ എന്നും വിശേഷിപ്പിച്ചിരുന്ന രാജാവ് ആരാണ്? അത് കേരളവർമ്മ പഴശ്ശി രാജയാണ്. പഴശ്ശി രാജാവിൻ്റെ ജീവിതം ഇതിവൃത്തമാക്കി സർദാർ KM പണിക്കർ രചിച്ച ചരിത്ര നോവലാണ് കേരള സിംഹം. അപ്പോൾ സർദാർ KM പണിക്കറിൻ്റെ നോവലാണ് എന്ത്? കേരള സിംഹം. ഇത് പഴശ്ശി രാജയുടെ ജീവിതത്തെ ഇതിവൃത്തമാക്കിയതാണ്. ബ്രിട്ടീഷുകാർക്ക് പിടികൊടുക്കാതെ തൻ്റെ വജ്രമോതിരം വിഴുങ്ങി പഴശ്ശി രാജാവ് ആത്മഹത്യ ചെയ്തെന്നാണ് നോവലിൽ പരാമർശിക്കുന്നത്. പഴശ്ശി സ്മാരകം എവിടെയാണ്? മാനന്തവാടിയിലാണ് പഴശ്ശി സ്മാരകം. ഇനി നമുക്ക് നോക്കാം പഴശ്ശി കലാപങ്ങളെക്കുറിച്ച്. ബ്രിട്ടീഷ് ആധിപത്യത്തിനെതിരെ മലബാറിൽ നടന്ന ശക്തമായ ചെറുത്തുനിൽപ്പിന് നേതൃത്വം നൽകിയത് മലബാറിലെ കോട്ടയം രാജകുടുംബത്തിലെ കേരളവർമ്മ പഴശ്ശി രാജയാണ്. അപ്പോൾ പഴശ്ശി രാജയുടെ രാജവംശം കുടുംബം ഏതാണ്? അത് കോട്ടയം രാജകുടുംബമാണ് അല്ലേ. മലബാറിലെ കോട്ടയം രാജകുടുംബമാണ് കേട്ടോ. മൈസൂരിലെ ഭരണാധികാരികൾക്കെതിരെ ബ്രിട്ടീഷുകാരെ സഹായിച്ചതിന് പകരം കോട്ടയം പ്രദേശത്തെ നികുതി പിരിക്കാനുള്ള അധികാരം ബ്രിട്ടീഷുകാർ പഴശ്ശി രാജയ്ക്ക് വാഗ്ദാനം ചെയ്യുന്നു. എന്നാൽ വിജയിച്ച ശേഷം വാഗ്ദാനം നിറവേറ്റാൻ ബ്രിട്ടീഷുകാർ തയ്യാറായില്ല. മാത്രവുമല്ല വയനാടിനുമേൽ ബ്രിട്ടീഷുകാർ അവകാശവാദം ഉന്നയിച്ചു. ഇതിനെതിരെ പഴശ്ശി രാജ ജനങ്ങളെ സംഘടിപ്പിച്ച് ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടി. ചെമ്പൻ പോക്കർ, കൈതേരി അമ്പുനായർ, എടച്ചേന കുങ്കൻ നായർ, വയനാട്ടിലെ കുറിച്യ നേതാവായ തലക്കൽ ചന്തു എന്നിവരുടെ സഹായത്താൽ പഴശ്ശി ശക്തമായ ഒളിപ്പോർ നടത്തി. പോരാട്ടത്തിനിടയിൽ 1805 നവംബർ 30 പഴശ്ശി രാജ വധിക്കപ്പെട്ടു. അപ്പോൾ പഴശ്ശി രാജയെ സഹായിച്ചത് ആരൊക്കെയാണ്? ചെമ്പൻ പോക്കർ, കൈതേരി അമ്പുനായർ, എടച്ചേന കുങ്കൻ നായർ, ദെൻ വയനാട്ടിലെ
കുറിച്യ നേതാവായ തലക്കൽ ചന്തു. പഴശ്ശിരാജയെക്കുറിച്ചൊക്കെ ഒരു ക്ലാസ് തന്നെ നമുക്ക് പഠിക്കാനുണ്ട് കേട്ടോ. ഇപ്പം നമുക്ക് ടെക്സ്റ്റ് ബുക്കിലുള്ളത് മാത്രം പറഞ്ഞു പോകാം. വേലുത്തമ്പിയും പാലിയത്തച്ഛനും, വേലുത്തമ്പി ദളവയും പാലിയത്തച്ഛനും അല്ലേ, തിരുവിതാംകൂറിൻ്റെയും കൊച്ചിയുടെയും ആഭ്യന്തര കാര്യങ്ങളിൽ ബ്രിട്ടീഷുകാർ അനിയന്ത്രിതമായി ഇടപെട്ടതിനെതിരെയാണ് ദിവാൻമാരായ വേലുത്തമ്പിയും പാലിയത്തച്ഛനും പ്രതിഷേധിച്ചത്. അപ്പോൾ ഈ ഭരണകാര്യങ്ങളിൽ ഇവർ ഇടപെടാൻ തുടങ്ങിയപ്പോഴത്തേക്കും നമ്മുടെ തിരുവിതാംകൂർ ദിവാനായിരുന്ന വേലുത്തമ്പിയും കൊച്ചിയിലെ പാലിയത്തച്ഛനും പ്രതിഷേധിക്കുന്നു. 1809 ജനുവരി 11 പുറത്തിറക്കിയ കുണ്ടറ വിളംബരത്തിലൂടെ വേലുത്തമ്പി ബ്രിട്ടീഷുകാർക്കെതിരെ ആയുധമെടുത്ത് പോരാടാൻ ജനങ്ങളോട് ആഹ്വാനം ചെയ്തു. അപ്പം എന്നാണ് വേലുത്തമ്പി ദളവ കുണ്ടറ വിളംബരം പുറപ്പെടുവിച്ചത്? 1809 ജനുവരി 11. ജനങ്ങളോട് ആയുധമെടുത്ത് ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടാനാണ് അദ്ദേഹം ആഹ്വാനം ചെയ്തത്. തിരുവിതാംകൂറിൻ്റെയും കൊച്ചിയുടെയും സംയുക്ത സൈന്യം ബ്രിട്ടീഷ് റെസിഡന്റ് മെക്കാളയുടെ ഔദ്യോഗിക വസതി ആക്രമിക്കുന്നു. അപ്പോൾ തിരുവിതാംകൂറിൻ്റെയും അതുപോലെ തന്നെ കൊച്ചിയുടെയും സംയുക്ത സൈന്യം ഏത് ബ്രിട്ടീഷ് റെസിഡൻറ്റിൻ്റെ ഔദ്യോഗിക വസതിയാണ് ആക്രമിച്ചത്? കോളിൻ മെക്കാളയുടേതാണ്. ബ്രിട്ടീഷ് സൈന്യത്തിന് മുൻപിൽ പിടിച്ചു നിൽക്കാൻ പക്ഷേ വേലുത്തമ്പിക്കും പാലിയത്തച്ഛനും ആയില്ല. പിടിക്കപ്പെടുമെന്ന് ഉറപ്പായപ്പോൾ വേലുത്തമ്പി ദളവ മണ്ണടിയിലെ ക്ഷേത്രത്തിൽ വെച്ച് ആത്മഹത്യ ചെയ്തു. വേലുത്തമ്പി ദളവ ആത്മഹത്യ ചെയ്ത സ്ഥലം എവിടെയാണ്? മണ്ണടി ക്ഷേത്രമാണ് കേട്ടോ. പക്ഷേ ബ്രിട്ടീഷുകാർക്ക് അദ്ദേഹത്തോടുള്ള ദേഷ്യം പോയില്ല. അദ്ദേഹത്തിൻ്റെ ഓടുള്ള അരിശം തീരാതെ ഈ ബ്രിട്ടീഷുകാർ വേലുത്തമ്പി ദളവയുടെ മൃതശരീരം തിരുവനന്തപുരത്തെ കണ്ണമൂലയിൽ കെട്ടിത്തൂക്കി. ബ്രിട്ടീഷുകാർ വേലുത്തമ്പി ദളവയുടെ ശരീരം കെട്ടിത്തൂക്കിയത് എവിടെയാണ്? തിരുവനന്തപുരം കണ്ണമൂല. പാലിയത്തച്ഛനെ മദ്രാസിലേക്ക് നാട് കടത്തി. ബ്രിട്ടീഷുകാർ പാലിയത്തച്ഛനെ എങ്ങോട്ടാണ് നാട് കടത്തിയത്? അത് മദ്രാസിലേക്കാണ്. തിരുവിതാംകൂറിലെ പഴശ്ശിരാജയും വേലുത്തമ്പിയും പാലിയത്തച്ഛനും ഒക്കെ പരാജയപ്പെട്ടതോടെ ബ്രിട്ടീഷുകാരുടെ നാടുവാഴികളുടെ എതിർപ്പ് അവസാനിച്ചു. പക്ഷേ ഈ തിരുവിതാംകൂറിൽ ഏകീകരിച്ച ഈ ഭരണത്തിനെതിരെ എന്താണ് അപ്പോഴും അവിടെയെല്ലാം പ്രശ്നങ്ങളുണ്ടായിരുന്നു. കാരണം ഇവർ നമ്മളെ അടിച്ചമർത്തുമായിരുന്നു ചെയ്തത് അല്ലേ. അപ്പോൾ വേലുത്തമ്പിയും പഴശ്ശിരാജയും പാലിയത്തച്ഛനും ഒക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കഥാപാത്രങ്ങളാണ്. അത് ഉറപ്പായിട്ടും നമ്മുടെ പരീക്ഷകൾക്ക് ചോദിക്കും. എല്ലാ പരീക്ഷകൾക്കും തന്നെ ഹിസ്റ്ററിയുടെ ഭാഗത്തു നിന്ന് ചോദ്യങ്ങൾ വരുമ്പം ഇതൊക്കെ വരും. ഇപ്പോൾ ഇത് സ്റ്റേറ്റ്മെൻ്റ് ആയിട്ടും വരും. കാരണം നമുക്ക് ടെക്സ്റ്റ് ബുക്കിലുള്ളതൊക്കെ സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് വരുന്നത്. അപ്പോൾ നിങ്ങൾ ഈ ടെക്സ്റ്റ് ബുക്ക് ഒന്ന് കണ്ടു പോവുകയാണെങ്കിൽ നിങ്ങൾക്കത് വളരെ ഉപകാരമായിരിക്കും. അപ്പോൾ കേരളത്തെ അവരുടെ ലോക കമ്പോളമാക്കി മാറ്റി അല്ലേ. ബ്രിട്ടീഷ് ഭരണത്തിന് കീഴിലെ വിദേശ വ്യാപാരം ഇവിടെ വൻതോതിൽ വർദ്ധിച്ചു. ഇവിടുന്ന് അവർ കയറ്റി അയച്ചു, അവിടുന്ന് ഇവരിങ്ങോട്ട് ഇറക്കുമതി ചെയ്തു. അങ്ങനെ കേരളം ലോക കമ്പോളത്തിൻ്റെ ഒരു ഭാഗമായി. ഇവിടുന്ന് കയറ്റുമതി ചെയ്തത് എന്താണ്? സുഗന്ധവ്യഞ്ജനങ്ങളും അതുപോലെ തന്നെ നാളികേരം, ശർക്കര, കശുവണ്ടി, അടയ്ക്ക, ഇരുമ്പയിരൊക്കെ ഇവിടുന്ന് അവർ കയറ്റി അയച്ചു. പിന്നെ ഇവർ തുണിത്തരങ്ങൾ, മണ്ണെണ്ണ, പുകയില, പഞ്ചസാര, ലോഹ ഉൽപ്പന്നങ്ങളൊക്കെ ഇങ്ങോട്ട് ഇറക്കുമതി ചെയ്തു. വ്യാപാരം സുഗമമാക്കാൻ മലബാറിലും കൊച്ചിയിലും തിരുവിതാംകൂറിലും നിലനിന്നിരുന്ന വ്യാപാര നിയമങ്ങൾ തങ്ങൾക്ക് അനുകൂലമായി ബ്രിട്ടീഷുകാർ ഭേദഗതി ചെയ്തു. ഏകീകരിച്ച നാണയ വ്യവസ്ഥയും അളവുതൂക്ക സമ്പ്രദായവും നടപ്പിലാക്കി. അപ്പം തിരുവിതാംകൂർ ഏകീകരിച്ച നാണയ വ്യവസ്ഥയും അളവുതൂക്ക സമ്പ്രദായം നടപ്പിലാക്കിയത് ആരാണ്? ബ്രിട്ടീഷുകാരാണ്. ഇനി ഇവിടെ ഗതാഗതത്തെക്കുറിച്ച് റെയിൽപാത. കേരളത്തിൽ ആദ്യത്തെ റെയിൽപാത നിർമ്മിച്ചത് ബ്രിട്ടീഷുകാരാണ്. ആരാണ് കേരളത്തിൽ ആദ്യത്തെ റെയിൽപാത നിർമ്മിച്ചത്? ബ്രിട്ടീഷുകാർ. കേരളത്തിലെ ആദ്യത്തെ റെയിൽപാത നിർമ്മിച്ച വർഷം ഏതാണ്? 1861. ബേപ്പൂർ മുതൽ തിരൂർ വരെ നീണ്ടു കിടക്കുന്ന ഈ റെയിൽപാത അവർ നിർമ്മിച്ചു. അസംസ്കൃത വസ്തുക്കൾ കൊണ്ടുപോകുന്നതിനും വ്യവസായ ഉൽപ്പന്നങ്ങൾ വിദൂര ഗ്രാമങ്ങളിൽ പോലും എത്തിക്കുന്നതിനും റെയിൽവേ ബ്രിട്ടീഷുകാർ ഉപയോഗപ്പെടുത്തി. അപ്പോൾ കേരളത്തിൽ ആദ്യമായി റെയിൽവേ വന്നത് 1863 ബേപ്പൂർ മുതൽ തിരൂർ വരെ ആയിരുന്നു. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഇത്രയാണ് പഠിക്കുന്നത്. അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഇതിനെക്കുറിച്ച് കുറച്ചും കൂടി ഈ പാഠം ഒരു ലെങ്തി ചാപ്റ്ററാണ്. കാരണം ഇത് അത്ര ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ട്. അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ ബാക്കി കാര്യങ്ങൾ പഠിക്കാം. ഇന്ന് ഇത്രയും നിങ്ങൾ പഠിക്കുക. വേലുത്തമ്പി ദളവയും പാലിയത്തച്ഛനും പഴശ്ശിരാജയും ഒക്കെ നിങ്ങൾക്ക് തന്നെ ഇത് ഓടിച്ച് വായിക്കുമ്പോൾ അറിയാം എത്ര ഇമ്പോർട്ടൻ്റ് ആണിതെന്നുള്ളത്. അപ്പോൾ ക്ലാസ് കാണുക, സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. അടുത്ത ക്ലാസ്സിലൂടെ നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഓൾ.